എത്ര ഉത്തരവാദിത്വമില്ലാതെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത്? എന്നിട്ട് അതിനെ പിന്താങ്ങാൻ കേരളത്തിലെ ചില MP-മാർ, പ്രതിപക്ഷ നേതാവ് പറയട്ടെ, അദ്ദേഹം നിയമസഭയിലുണ്ടായിരുന്നല്ലോ, പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കണ്ടേ ഇതിനോട്? കേരളത്തിലെ 21 കോൺഗ്രസ് MLA-മാർ അവർ ഈ കാര്യം അസംബ്ലിയിൽ ഇങ്ങനെ ഒരു ആശങ്ക അവർ പറഞ്ഞിട്ടുണ്ടോ? അവർ ബില്ല് വായിച്ചവരല്ലേ? അവർ കൂടി അംഗീകരിച്ചതല്ലേ ബില്ല്? വോട്ടെടുപ്പില്ലാതെയല്ലേ ബില്ല് പാസ്സായത്? അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ബുൾഡോസർ ഉരുട്ടുന്നതിൽ മുതൽ കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്നതിൽ വരെ സംഘപരിവാർ മാതൃകയാണ് കോൺഗ്രസും സിദ്ധരാമയ്യയൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ ഒരു ഘട്ടത്തിലും ശബരിമല അന്വേഷണത്തെ സംബന്ധിച്ച് ഒരാക്ഷേപവും പറഞ്ഞിട്ടില്ല. കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലുമാണ് നടക്കുന്നത്. ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പൂർണ്ണ നിരീക്ഷണത്തിലാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ശരിയായ ദിശയിലാണ് എന്ന് കഴിഞ്ഞ ദിവസമാണ് കോടതി പറഞ്ഞത്. ആ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ കോടതി രേഖാമൂലം നിരീക്ഷണങ്ങൾ നടത്തിയത് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ സംസാരിച്ചിരുന്നു ഇക്കാര്യത്തെ പറ്റി. അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ എന്തിനാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇങ്ങനെ ബേജാറാവുന്നത്? ഇപ്പോൾ പാരഡി പാടിയ ഉത്സാഹം കാണുന്നില്ലല്ലോ, പരിഭ്രാന്തിയാണല്ലോ കാണുന്നത്. ആരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു SITക്കെതിരായി പ്രതിപക്ഷ നേതാവ് ചാടി വീണ് ആരോപണം ഉന്നയിച്ചത്? ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് മുകളിൽ പ്രതിപക്ഷ നേതാവിൻ്റെ നിരീക്ഷണത്തിലാണ് നടത്തേണ്ടത്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും പറയുന്ന നിലയിലാണോ അന്വേഷണം മുന്നോട്ട് പോകേണ്ടത്, അതോ ഹൈക്കോടതി പറയുന്ന പോലെയാണോ? ഇപ്പോൾ ഇവർ പറയുന്നത് കേട്ടാൽ തോന്നുക ഹൈക്കോടതി അങ്ങോട്ട് മാറി നിൽക്കൂ, ഞങ്ങൾ പറയുന്നത് പോലെ അന്വേഷണം പോകട്ടെ എന്നതാണ്. കുറച്ച് പരിഭ്രാന്തിയുണ്ട്, അത് വ്യക്തമാണ്. പരിഭ്രാന്തിയുണ്ട്. നോക്കാം, നമുക്ക് കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ്സിന് പരിഭ്രമമുണ്ടെങ്കിൽ ആ പാരഡി പാട്ട് കൂട്ടത്തോടെ പാടിക്കൊണ്ടിരിക്കുക. അല്ല, ഓരോരുത്തരും നിലപാട് അതിൽ പറയേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി അക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. അത് നിങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. UDF സർക്കാരിൻ്റെ കാലത്ത് എല്ലാ കാലത്തും വർഗീയ സംഘർഷങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ പാലക്കാട്ടാണ് നിന്ന് സംസാരിക്കുന്നത്. ഈ പാലക്കാട്ട് അതിൻ്റെ അനുഭവമുണ്ട്. സിറാജുന്നീസ എന്ന 13 വയസ്സുകാരി പെൺകുട്ടി വെടിയേറ്റ് മരിച്ചതും വർഗീയ സംഘർഷമുണ്ടായതും കേരളം UDF ഭരിക്കുമ്പോഴാണ്. മാറാട് 1ഉം 2ഉം കലാപങ്ങളുണ്ടായത് കേരളം UDF ഭരിക്കുമ്പോഴാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ ഗുജറാത്തിൽ മാറ്റി നിർത്തിയാൽ 14 മാസത്തിൻ്റെ ഇടവേളയിൽ 2 കലാപം ഉണ്ടായ ചരിത്രമില്ല. 14 മാസത്തിൻ്റെ ഇടവേളയിൽ അതുണ്ടായി. മാറാട് 1ഉം മാറാട് 2ഉം. രണ്ടിൻ്റെയും കാലത്ത് അധികാരത്തിലിരുന്നതാരാ? UDF ആണ്. ഈ വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ പ്രകോപിതരായിട്ട് കാര്യമില്ല. വസ്തുതയല്ലേ ഇത്. ചരിത്രത്തിൽ ആർക്കും മായ്ക്കാൻ പറ്റുന്നതല്ലല്ലോ ഇതൊക്കെ. അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വർഗീയ സംഘർഷം ഉണ്ടായത് UDF കേരളത്തിൽ അധികാരത്തിലിരുന്നപ്പോഴാണ്. കഴിഞ്ഞ 10 കൊല്ലത്തെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയ സംഘർഷങ്ങളുണ്ടായ 10 വർഷം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയ കലാപമുണ്ടായ 10 വർഷം ഒരൊറ്റ സംസ്ഥാനത്ത് മാത്രമാണ്. ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്ത് LDF ഭരിക്കുന്ന കേരളത്തിൽ മാത്രമാണ് ഒരു വർഗീയ ശക്തിക്കും തല പൊക്കാൻ അവസരം കൊടുക്കാതിരുന്നത്. അത് ഞങ്ങൾ അഭിമാനത്തോടെ തന്നെ പറയും. ആ താരതമ്യവും നടത്തും. LDFൻ്റെ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു വർഗീയ ശക്തിക്കും കേരളത്തിൽ തലപൊക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും, പണ്ട് മാറാട് ഉൾപ്പെടെയുള്ള കലാപങ്ങൾ ഉണ്ടായത് ആരുടെ കാലത്താണെന്നും താരതമ്യം നടത്തും. ആ താരതമ്യത്തിൽ അസ്വസ്ഥരായതുകൊണ്ട് കാര്യമില്ല. ഒരു കാര്യം കൂടി, അതായത് ഈ AK ബാലൻ പറഞ്ഞത് മാറ്റി നിർത്തിയാൽ പൊതുവായി ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായി വിമർശിക്കുമ്പോഴൊക്കെ അതൊരു മുസ്ലിം വിരുദ്ധമായ പരാമർശമാണെന്ന തരത്തിലുള്ള വായിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളും ഒക്കെ പ്രതികരിക്കുന്നത് അങ്ങനെയാണ്. RSSനെയും വിശ്വഹിന്ദു പരിഷത്തിനെയും വിമർശിച്ചാൽ അത് ഒരു സമുദായത്തിനെതിരാണ് എന്ന് അവരും കുറ്റപ്പെടുത്താറുണ്ട്. അതുപോലെയുള്ളൂ.
അല്ല എനിക്കറിയാവുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റും. പക്ഷേ പൊതുമണ്ഡലത്തിലൊരു കാര്യം UDF സർക്കാരിൻ്റെ കാലത്ത് ഒരു അഫിഡവിറ്റ് കേരള ഹൈക്കോടതിയിൽ കൊടുത്തതുണ്ട്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ നിരന്തര നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അഫിഡവിറ്റ് ഉണ്ട്. അതൊരു രേഖയാണ്. അത് ഇപ്പോൾ പുറത്തു വന്നതാണ്. അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. കാരണം അത് തെളിവുള്ള കാര്യമാണ്. ബാക്കി കാര്യങ്ങൾ എനിക്കറിഞ്ഞുകൂടാ. എനിക്കറിയുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റും.